നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ബേസിക് ആയിട്ടുള്ള നമ്പർ കൺവേർഷൻസ് ആയിരുന്നു. അതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ എടുത്തത് ബൈനറി ടു അതർ നമ്പർ കൺവേർഷൻസ് ആയിരുന്നു. അതിനകത്ത് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നമ്മൾ പഠിച്ചു. അടുത്തായിട്ട് വരുന്ന ബൈനറി ടു അതർ കൺവേർഷൻ ആണ് ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ബൈനറി ടു ഒക്ടൽ ആണ്. അപ്പൊ ബൈനറിയുടെ ബേസ് 2 ആണ്, ഒക്ടലിന്റെ ബേസ് 8 ആണ്. അതായത് ബൈനറിക്കകത്ത് 0, 1 എന്ന് പറയുന്ന ഡിജിറ്റ്സുകളാണ് ഉള്ളത്. ഒക്ടലിനകത്ത് 0 തൊട്ട് 7 വരെയുള്ള ഡിജിറ്റ്സുകളാണ് ഉള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 0, 1 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എങ്ങോട്ടാക്കി മാറ്റണം? 0 to 7 വരെയുള്ള ഡിജിറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് അല്ല ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഓരോ ബൈനറി ഡിജിറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഒക്ടൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ്സുകളാണ് നമ്മൾ ഇവിടെ എഴുതാൻ വേണ്ടി പോകുന്നത്. The base numbers of binary and octal are 2 and 8 respectively. In a binary number, the pair of 3 bits is equal to 1 octal number. There are only 2 steps to convert a binary number into an octal number, which are as follows. In the first step, we have to make the pairs of 3 bits on the both sides of the binary point. If there will be 1 or 2 bits left in a pair of 3 bits pair, we add the required number of zeros on extreme sides. In the second step, we write the octal digits corresponding to each pair. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ബൈനറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ ഒക്ടൽ ഡിജിറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് 3 ബിറ്റുകളുള്ള ബൈനറിയാണ് നമ്മൾ എഴുതുന്നത്. അതെന്തുകൊണ്ടാണ് 3 ബിറ്റ് വരാനായിട്ട് കാരണം? അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന 0, 1, 2, 3 അങ്ങനെ 7 വരെയുള്ള നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന റിമൈൻഡർ ആണ് നമ്മൾ ഈ ഒക്ടൽ നമ്പറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാക്സിമം 3 ബിറ്റുകൾ കൊണ്ട് തന്നെ ഈ 7 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 3 ബിറ്റുകൾ യൂസ് ചെയ്യുന്നത്. അല്ലെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഓരോ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിനെ എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ ബൈനറി നമ്പറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് വരുന്ന ഒരു മെത്തേഡിനകത്ത് വരുന്നുണ്ട്. അത് അന്നേരം പറഞ്ഞു പോവാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? 0 തൊട്ട് 7 വരെയുള്ള ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റുകളുടെ ബൈനറി നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് 0ക്ക് 000 ആണ്, 1ന് 001 ആണ്, 2ന് 010, 3ക്ക് 011, 4ന് 100, 5ന് 101, 6ന് 110, 7ന് 111. അപ്പൊ ഇതിന്റെ ഒരു ഓർഡർ നോക്കി പഠിക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് നമുക്ക് എക്സാമിന് ഇപ്പം എല്ലാം ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് പഠിച്ചു വെക്കാൻ ഒരു എളുപ്പമാർഗം എന്താണ്? 0 വന്നു, 1 വന്നു, 10 വന്നു, 11 വന്നു. പിന്നെ വന്നിരിക്കുന്നു നോക്കി, 100 വന്നു, 101 വന്നു, 110 വന്നു, 111 വന്നു. ആ ഒരു ഓർഡറിലാണ് ഇൻക്രിമെന്റ് പോയിരിക്കുന്നത്. അതൊരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചെങ്കിൽ, ഈ ടേബിൾ പഠിച്ചെങ്കിലാണ് നമുക്ക് ഒരു ബൈനറിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു നോക്കാം. ഇനി മെത്തേഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റുകളുടെ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ 3 ബിറ്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒക്ടൽ ഡിജിറ്റ് ഏതാണോ അതെടുത്ത് എഴുതുന്നു. അതാണ് ബൈനറി ടു ഒക്ടൽ എന്ന് പറയുന്ന കൺവേർഷൻ എന്ന് പറഞ്ഞാൽ. ഇനി പോയിന്റ് നമ്പർ വരുമ്പോഴും നോർമൽ നമ്പർ വരുമ്പോഴും ഉള്ള പ്രത്യേകത എന്താണ്? നോർമൽ നമ്പർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് വേണം വാല്യൂ എടുക്കാനായിട്ട്. അതായത് റൈറ്റിൽ നിന്ന് വേണം നമ്മൾ 3 ബിറ്റുകളുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിക്കാനായിട്ട്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് 3 ബിറ്റുകളുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ അറ്റത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 1 ബിറ്റായിട്ട് മിച്ചം വരാം, അല്ലെങ്കിൽ 2 ബിറ്റായിട്ട് മിച്ചം വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി എത്ര ബിറ്റും കൂടെ വേണോ 3 ആകാനായിട്ട് അത്രയും സീറോസ് നമ്മൾ ഇട്ട് കൊടുക്കുക.
ഇനി പോയിന്റ് കഴിഞ്ഞുള്ള നമ്പർ ആണെങ്കിലോ അതെവിടെ നിന്നിട്ട് എടുക്കേണ്ടത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വേണം നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിക്കാനായിട്ട്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വേണം ഗ്രൂപ്പായിട്ട് തിരിക്കാനായിട്ട്. ഇനി അവിടെയും ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ റൂൾ എന്താണ്? അവിടെയും നമ്മൾ 3 ബിറ്റുകളുള്ള ഗ്രൂപ്പായിട്ട് തിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിനകത്ത് 3 എണ്ണം ഇല്ലാതെ വന്നാൽ അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 0 ഇട്ട് ഫില്ല് ചെയ്യണം. അതാണ് ബേസിക് ആയിട്ട് പറയുന്ന റൂൾ എന്ന് പറഞ്ഞാൽ. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കിക്കേ. ഇതാണ് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് നമ്പറോട് കൂടിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ഈ പോയിന്റ് ഇല്ലാത്ത നോർമൽ നമ്പറിനെ കറസ്പോണ്ടിങ് ഓക്ടൽ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ള പോയിന്റ് നമ്പറിനും കറസ്പോണ്ടിങ് ഓക്ടൽ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട്, ഇത് റീഡ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് റീഡ് ചെയ്യണം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വേണം റീഡ് ചെയ്യാനായിട്ട്. അതായത് 1 1 1 1 1 0 1 0 1 0 1 1 പോയിന്റ് 0 0 1 1 അങ്ങനെയാണ് ഈ നമ്പർ റീഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ റൈറ്റിൽ നിന്ന് വേണം നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ റൈറ്റിൽ നിന്ന് നമ്മൾ 3 ബിറ്റുകളുള്ള ഗ്രൂപ്പ് ആക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ വരണം? 1 1 0, അത് കഴിഞ്ഞിട്ട് 1 0 1 ഒരു ഗ്രൂപ്പ്, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് നോക്കിയേ 0 1 1 അടുത്ത ഗ്രൂപ്പ്, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് 1 1 1. അപ്പൊ ഇവിടെ 3 എണ്ണം വെച്ച് തന്നെ ഗ്രൂപ്പ് തികയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വേറെ 0 ആഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അങ്ങനെ അല്ലെങ്കിലാണ് ഇനി 0 ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നോക്കിയേ, പക്ഷേ 0 0 1 അതൊരു ഗ്രൂപ്പ്, അത് കഴിഞ്ഞ് ഒരു 1 മാത്രം മിച്ചം വന്നു. അപ്പൊ അവിടെ ഇനി എത്ര ബിറ്റുകളും കൂടെ വേണം ഫില്ല് ചെയ്യണമെങ്കിൽ? 2 ബിറ്റുകളും കൂടെ വേണം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു? 0 2 0 ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്ത് 3 ബിറ്റുകളുള്ള ഗ്രൂപ്പ് ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ 3 എണ്ണം വെച്ചുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 0 1 1 എന്ന് പറയുന്നത് ടേബിളിനകത്ത് എത്രയാണെന്ന് നോക്കാം. അതുപോലെ 1 0 1 എന്ന് പറയുന്നത് ടേബിളിനകത്ത് എത്രയാണ്? 1 1 0 എന്ന് പറയുന്നത് ടേബിളിനകത്ത് എത്രയാണ്? നോക്കിയേ, 0 1 1 എന്ന് പറയുന്നത് ടേബിളിനകത്ത് എത്രയാണ്? 3 ആണ്. ഇനി അടുത്തത് 1 0 1 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അടുത്തതോ 1 1 0 എന്ന് പറയുന്നത് 6 ആണ്. 1 1 1 എന്ന് പറയുന്നത് 7 ആണ്. പിന്നെ 0 0 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. പിന്നെ വരുന്ന നമ്പർ ഏതാ? 1 0 0 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ ഏതാണോ അതെടുത്ത് എഴുതുന്നു. നമ്മൾ എടുത്തെഴുതി 7, ഈ 1 1 1ന് 1 1 0ക്ക് 6, 1 0 1ന് 5, 0 1 1ന് 3 പോയിന്റ്. അത് കഴിഞ്ഞിട്ട് 0 0 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒക്ടൽ നമ്പർ 1, 1 0 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒക്ടൽ നമ്പർ 4. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ടിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആയിരിക്കും മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത്. കാരണം ഒക്ടലിനകത്ത് 0 തൊട്ട് 7 വരെ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആയിരിക്കണം. ഇത്രയാണ് അപ്പം നമ്മൾ ബൈനറി ടു ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഹോംവർക്ക് നിങ്ങൾ ചെയ്യുക. കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ക്ലാസ് റൂമിനകത്ത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രാവശ്യം ചെയ്ത കാര്യം ഒന്നും കൂടെ റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. ഹോംവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിപ്പോ പോയിന്റ് ഇല്ലാത്ത നമ്പറാണ്. അപ്പൊ എങ്ങനെ ചെയ്യണം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 ബിറ്റുകൾ വരുന്ന ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക. ആ 3 ബിറ്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ ഏതാണോ അതെടുത്ത് എഴുതുക. അത്രയും ചെയ്താൽ ആൻസർ ആയി. ഇതും അതുപോലെ തന്നെ. ഇനി മൂന്നാമത്തെ നമ്പറിനകത്താണ് പോയിന്റ് വരുന്നത്. അവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? പോയിന്റിന് മുമ്പുള്ള നമ്പർ നോർമൽ രീതിയിൽ തന്നെ ചെയ്യുക. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് തന്നെ ഗ്രൂപ്പ് ആക്കി ചെയ്യുക. ഇനി ഇവിടെ തികയാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 3 എണ്ണം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പർ കണ്ടുപിടിക്കാനോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വേണം ഗ്രൂപ്പ് ചെയ്യാനായിട്ട്. ഇവിടെയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 3 ബിറ്റുകൾ തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുത്ത് എണ്ണം തികയ്ക്കുക. അടുത്തതാണ് ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. നമ്മളിപ്പോൾ പഠിച്ച ഒരു രീതി തന്നെയാണ് ഹെക്സാഡെസിമലിനകത്തും. The base numbers of binary and hexadecimal are 2 and 16 respectively. In a binary number, the pair of 4 bits is equal to 1 hexadecimal digit.
There are also only 2 steps to convert a binary number into a hexadecimal number, which are as follows. In the first step, we have to make the pairs of 4 bits on both the sides of the binary point. If there will be 1, 2 or 3 bits left in a pair or 4 bits pair, we add the required number of zeros on the extreme sides. In the second step, we write the hexadecimal digits corresponding to each pair. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ വ്യത്യാസം? ഒക്ടലിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ബിറ്റ്സ് കോഡ് ആയിരുന്നെങ്കിൽ ഹെക്സാഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ്സ് ബൈനറി കോഡാണ് വരുന്നത്. കാരണം എന്താ? ഹെക്സാഡെസിമലിനകത്തെ മാക്സിമം നമ്പർ എഫിന്റെ വാല്യൂ 15 ആണ്. അപ്പൊ 15 നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഈ 111 എന്ന് പറയുന്നത്. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് എല്ലാമാണ് നമ്മൾ ഈ ബൈനറി ബിറ്റ്സ് ആയിട്ട് എടുത്തെഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 4 ബിറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതും നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കുക. ഓരോ നമ്പറിനും ഓരോ ഹെക്സാഡെസിമലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ് കോഡുകൾ പഠിക്കുക. അപ്പൊ ഇവിടെയും പഠിക്കാനുള്ള എളുപ്പമാർഗം എന്നാ? 0, 1, 10, 11, 100, 101, 110, 111. അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന നോക്കിയേ 1000, 1001, 1010, 1011, 1100, 1101. ആ ഒരു രീതിയിലാണ് ഇൻക്രിമെന്റ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത്രയും നിങ്ങൾ കാണാതെ പഠിക്കുക. 9 വരെയുള്ള നമ്പേഴ്സിന്റെ വാല്യൂവും A തൊട്ട് F വരെയുള്ള ലെറ്റേഴ്സിന്റെ വാല്യൂവും. ഇനി എക്സാമ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ 3 ബിറ്റുകളുടെ ഗ്രൂപ്പ് ആക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എത്ര ബിറ്റിന്റെ ഗ്രൂപ്പ് ആക്കണം? 4 ബിറ്റ്സുകൾ വരുന്ന ഗ്രൂപ്പാണ് ആക്കേണ്ടത്. പോയിന്റ് നമ്പർ ആണെങ്കിലും നോർമൽ നമ്പർ ആണെങ്കിലും നേരത്തെ പഠിച്ച റൂൾ തന്നെ. അപ്പൊ നമ്മൾ നോർമൽ നമ്പർ ആണെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം 4 ബിറ്റുകളുള്ള ഗ്രൂപ്പ് ആക്കാനായിട്ട്. ഇനി അങ്ങനെ ഗ്രൂപ്പാക്കി വരുമ്പോൾ മിച്ചം വരുമ്പം ഇവിടെ 1 ബിറ്റോ 2 ബിറ്റോ 3 ബിറ്റോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 ബിറ്റിന്റെ എണ്ണം തയ്ക്കാൻ വേണ്ടി എത്രയുമുള്ള 0 ഇട്ട് കൊടുക്കണം. ഇനി പോയിന്റ് കഴിഞ്ഞുള്ള നമ്പർ ആണെങ്കിലോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വേണം നമ്മൾ ഗ്രൂപ്പ് ആക്കാനായിട്ട്. അപ്പം ഇവിടെയും 4 ബിറ്റുകളുള്ള ഗ്രൂപ്പ് ആക്കുന്നു. എണ്ണം തികയാത്ത ബിറ്റിൽ നിന്ന് നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഗ്രൂപ്പ് ആക്കുമ്പോൾ 1101 എന്ന് പറയുന്ന ഒന്നാമത്തെ ഗ്രൂപ്പ്, അടുത്തത് 1010 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പ്, അത് കഴിഞ്ഞിട്ട് 11111 അടുത്ത ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ ഒരു ഡിജിറ്റിന് മാറ്റം വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ 111 അല്ല 101 തന്നെയാണ്. ഒരു 0യും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത്രയും നിങ്ങൾ നോക്കുക. ഇനി ഇത് കഴിഞ്ഞ് പോയിന്റ് കഴിഞ്ഞ് വന്നിരിക്കുന്ന നമ്പർ ആണെങ്കിലോ 0011. ഇവിടെ 4 ബിറ്റുകൾ ഉള്ളത് കൊണ്ട് ഒരൊറ്റ ഗ്രൂപ്പ് ആക്കിയാൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടത്? ഈ 4 ബിറ്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിളിനകത്ത് നോക്കുക ഏതാണ് വാല്യൂ വരുന്നതെന്ന്. അപ്പൊ 1011 കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വാല്യൂ വരുന്നത്? B ആണ് വരുന്നത്. അതുപോലെ 1010ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ് വരുന്നത്? A ആണ് വരുന്നത്. ഇനി ലാസ്റ്റത്തെ നമ്മുടെ എങ്ങനെയാ വരുന്നത്? 1010 അതായത് 0101 എന്നുള്ള കോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പർ ഏതാന്ന് നോക്കുന്നു. 5 ആണ് വരേണ്ടത്. അപ്പൊ അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ ചെയ്യുമ്പോൾ തിരുത്തി ചെയ്യുക കേട്ടോ. 7 അല്ല 5 ആണ് വരേണ്ടത്. അപ്പൊ ഔട്ട്പുട്ട് 5AB എന്നും കിട്ടും. 0011ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 3യുമാണ്. പോയിന്റ് കഴിഞ്ഞുള്ള നമ്പർ 3യുമായിട്ട് കിട്ടും. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഹോംവർക്കുകളും അതുപോലെ തന്നെ വേണം ചെയ്യാനായിട്ട്. എങ്ങനെയാ ചെയ്യേണ്ടത്? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടും 4 ബിറ്റുകളുള്ള ഗ്രൂപ്പ് ആക്കിയിട്ട് ടേബിളിനകത്ത് നോക്കിയിട്ട് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എടുത്തെഴുതുക. പോയിന്റ് നമ്പർ ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ എടുത്തെഴുതുക. അപ്പൊ ഇതും ക്ലാസ് റൂമിനകത്ത് ചെയ്ത് അപ്ലോഡ് ചെയ്യുക.